ലോക റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്തേക്ക് കുതിച്ച് ഇന്ത്യൻ വ്യോമസേന. ചൈനയെ പിന്തള്ളിയാണ് ഇന്ത്യൻ വ്യോമസേന 6-ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തൊട്ടു പിന്നിലാണ് ഇപ്പോൾ ചൈനയുടെ സ്ഥാനം. പാകിസ്ഥാൻ്റേത് 18-ാം സ്ഥാനവും അല്ലെങ്കിൽ 18-ാം റാങ്കിങ്ങും. ഈ രീതിയിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് എന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് ഇത്തരത്തിലൊരു റാങ്ക് പട്ടിക വർഷം തോറും, അതായത് 2020 മുതൽ പ്രസിദ്ധീകരിക്കുന്നത്. 2026 റിപ്പോർട്ടാണ് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് 6-ാം സ്ഥാനം ഈ സംഘടന നൽകിയിരിക്കുന്നത്. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ 2026 റിപ്പോർട്ടിലാണ് ഇന്ത്യൻ വ്യോമസേന റാങ്ക് പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ റാങ്കിംഗ് സംവിധാനമാണ്. അതായത് വ്യോമസേനയിൽ വിമാനങ്ങളുടെ എണ്ണം കണക്കാക്കിയാണ് പലപ്പോഴായി ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യോമസേനയുടെയും കരുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തിയൊക്കെ പറയപ്പെടുന്നത്. പക്ഷേ വിമാനങ്ങളുടെ എണ്ണത്തിലല്ല, അതിൻ്റെ ഒരു ആക്രമണശേഷി, അതിൻ്റെ വീര്യം എന്നതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ്. അതായത് ലോജിസ്റ്റിക് സപ്പോർട്ട്, അതോടൊപ്പം തന്നെ അവിടെ അത്യാധുനികമായ എയർക്രാഫ്റ്റുകൾ, ഈ എയർക്രാഫ്റ്റുകളും മറ്റ് പ്രതിരോധ ഉൽപ്പന്നങ്ങളുമൊക്കെ സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷി, ഇങ്ങനെയുള്ള ഒട്ടനവധി മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 2022 മുതലാണ് ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ റാങ്ക് പട്ടികയിലാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന ചരിത്ര നേട്ടം കൈവരിച്ചുകൊണ്ട് 6-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനങ്ങളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ അതിൻ്റെ ആക്രമണ ശേഷി, ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ട്രൂ വാല്യൂ റേറ്റിംഗ് ആണ്, TVR എന്നറിയപ്പെടുന്ന ഒരു ട്രൂ വാല്യൂ റേറ്റിംഗ് ആണ് ഈ സംഘടന നൽകുന്നത്. അതനുസരിച്ച് ഇന്ത്യക്ക് 69.4 TVR സ്കോറാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് എന്ന് പറയുന്ന ചൈനയുടെ എയർഫോഴ്സിനെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൈന 7-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ റാങ്കിങ്ങിൽ 7-ാം സ്ഥാനം വരെയുള്ള വ്യോമസേനകൾ ഏത് എന്ന് പരിശോധിച്ചാൽ അതിലൊന്ന് തീർച്ചയായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് തന്നെയാണ്. 242.9 TVR സ്കോറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന് ലഭിച്ചിരിക്കുന്നത്. അത് വളരെയധികം ബഹുദൂരം മുന്നിലാണ് അമേരിക്കയുടെ വ്യോമസേന എന്നോർക്കണം. 2-ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയാണ് എന്നുള്ളതാണ്. തീർച്ചയായും എയർഫോഴ്സിൻ്റെ കയ്യിലും അതുപോലെ തന്നെ നേവിയുടെ കയ്യിലും കരസേനയുടെ കയ്യിലുമെല്ലാം യുദ്ധവിമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്കാണ് ഇപ്പോൾ 2-ാം സ്ഥാനം, ലോക റാങ്കിങ്ങിൽ 2-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 142.4 TVR സ്കോറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്കുള്ളത്, അമേരിക്കയുടെ നാവികസേനയ്ക്കുള്ളത്. 3-ാം സ്ഥാനത്ത് റഷ്യൻ എയർഫോഴ്സാണ്. 114.2 TVR സ്കോറാണ് റഷ്യൻ എയർഫോഴ്സിനുള്ളത്. 4-ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി, അതായത് അമേരിക്കയുടെ കരസേന, അവരാണ് 4-ാം സ്ഥാനത്തുള്ളത്. അമേരിക്കൻ കരസേനയ്ക്ക് 112.6 TVR സ്കോറാണുള്ളത്. 5-ാം സ്ഥാനത്ത് വീണ്ടും അമേരിക്കയുടെ ഒരു സർവീസ് ഏജൻസി തന്നെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ കോർപ്സ് എന്ന സേനാ വിഭാഗം, അമേരിക്കയുടെ തന്നെ സേനാ വിഭാഗം. അവർക്കും യുദ്ധവിമാനങ്ങളും മറ്റുമുണ്ട്, അവർക്കും വ്യോമസേന ഡിവിഷനുണ്ട്. അതിലാണ് സ്കോർ 85.3 എന്ന TVR സ്കോർ കരസ്ഥമാക്കിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ കോർപ്സ് 5-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. 6-ാം സ്ഥാനത്താണ് ഈ ഇന്ത്യൻ എയർഫോഴ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറൈൻ കോർപ്സിന് തൊട്ട് പിന്നാലെ ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട്. 69.4 TVR സ്കോറാണ് ഇന്ത്യൻ എയർഫോഴ്സിനുള്ളത്. ചൈനീസ് എയർഫോഴ്സ് PLAAF എന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ്, ചൈനയുടെ ഈ എയർഫോഴ്സിന് 63.8 സ്കോറോടുകൂടി TVR സ്കോറോടുകൂടി 7-ാം സ്ഥാനത്താണ്. ജപ്പാനും ഇസ്രായേലും അതുപോലെ തന്നെ ഫ്രാൻസുമാണ് 8, 9, 10 സ്ഥാനങ്ങളിലുള്ളത്. നമുക്കറിയാം ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. എന്നിട്ടും ഈ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്നിലാണ് ലോക റാങ്കിങ്ങിൽ എന്ന് നമ്മൾ ഓർക്കണം. ജാപ്പനീസ് എയർഫോഴ്സിന് 58.1 TVR സ്കോറുണ്ട്. ഇസ്രായേൽ എയർഫോഴ്സിന് 56.3 TVR സ്കോറുണ്ട്. ഫ്രഞ്ച് എയർഫോഴ്സിന് 55.3 TVR സ്കോറുണ്ട്. ഇങ്ങനെയാണ് ആദ്യത്തെ 10 റാങ്ക് പട്ടിക
പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 6-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ 6-ാം സ്ഥാനത്താണുള്ളതെങ്കിൽ 1-ാം സ്ഥാനം നോക്കൂ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ എയർഫോഴ്സ് ആണ്. 2-ാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെ നേവിയാണ്. 3-ാം സ്ഥാനത്ത് റഷ്യയാണ്. 4-ാം സ്ഥാനത്ത് ആർമിയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആർമിയാണ്. 5-ാം സ്ഥാനത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറൈൻ കോർപ്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1, 2, 4, 5 സ്ഥാനങ്ങൾ വഹിക്കുന്നത് അമേരിക്കയുടെ ഏജൻസികളാണ്, അമേരിക്കയുടെ സർവീസ് ഏജൻസികളാണ്. രണ്ടാമത് ഇന്ത്യക്ക് മുന്നിലായി വരുന്നത് റഷ്യ മാത്രമാണ്. അടുത്തതായിട്ട് ഇന്ത്യയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ റാങ്ക് പട്ടികയിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ് എന്ന് തന്നെ പറയാം. കാരണം ചൈനയെ അടക്കം പിന്തള്ളിക്കൊണ്ട് 3-ാം സ്ഥാനത്താണ് ഇന്ത്യ ഈ റാങ്ക് പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും റാങ്കിംഗ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ചൈനയ്ക്ക് 7-ാം സ്ഥാനമാണുള്ളത്, പാകിസ്ഥാന് 18-ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യക്ക് 542 ഫൈറ്റർ ജെറ്റുകളടക്കം 1716 വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. 542 ഫൈറ്റർ ജെറ്റുകൾ, 498 ഹെലികോപ്റ്ററുകൾ, 282 പാസഞ്ചർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ എന്നിങ്ങനെ 1716 വിമാനങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. സ്ക്വാഡ്രൻ ആണെങ്കിൽ 29 സ്ക്വാഡ്രൻ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വേണ്ടത് 42 സ്ക്വാഡ്രനാണ്. പക്ഷേ 29 സ്ക്വാഡ്രൻ മാത്രമേ ഇപ്പോൾ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. 180 തേജസ് വിമാനങ്ങൾ, അതുപോലെ തന്നെ 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം ഉടൻ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ റാങ്കിംഗ് വരും നാളുകളിൽ ഉയരാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. കാരണം 2022 ഈ റാങ്കിംഗ് ആരംഭിക്കുന്നത്. അതായത് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു റാങ്കിംഗ് ആരംഭിക്കുന്നത് 2022 മുതൽ ഇന്ത്യ തുടർച്ചയായി 6-ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൽ നിന്നും അങ്ങോട്ട് മുന്നോട്ട് കയറാൻ ഇന്ത്യക്ക് ഇതുവരെ സാധിച്ചില്ല. അതായത് അമേരിക്കയുടെ മറൈൻ കോർപ്സിന് തൊട്ട് താഴെയാണ് ഇന്ത്യയുടെ വ്യോമസേനയുടെ നിലവാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ 42 സ്ക്വാഡ്രൻ കൂടി ഓപ്പറേറ്റഡ് ആവുമ്പോൾ, അതായത് 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ 180 തേജസ് MK-1A എന്ന വിമാനവും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ 2 വിമാനങ്ങളും തീർച്ചയായും മുഴുവൻ വിമാനങ്ങളും ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ റാങ്കിംഗ് ഇതിൽ നിന്നും ഉയരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെയാണ് എങ്കിലും ഈ റിപ്പോർട്ടിനെ, അതായത് WDMMAയുടെ ഈ റിപ്പോർട്ടിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം 3000-ത്തിലധികം എയർക്രാഫ്റ്റുകളാണ് ചൈനയ്ക്കുള്ളത്. ഈ 3000-ത്തിലധികം എയർക്രാഫ്റ്റുകളുള്ള ചൈനയും അതുപോലെ ചൈനയെ പിന്തള്ളിയാണ്, അല്ലെങ്കിൽ ചൈനയ്ക്ക് മുകളിലാണ് വെറും 1716 എയർക്രാഫ്റ്റുകൾ മാത്രമുള്ള ഇന്ത്യ എന്നത്. അതും അവിടെ മറ്റൊരു മാനദണ്ഡം പറയുന്നുണ്ട്. അതായത് വെറുതെ വിമാനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, ശത്രു സൈന്യത്തെ തുരത്താനുള്ള കഴിവ് വേണം. അങ്ങനെയുള്ള അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ ആരുടെ പക്കലുണ്ടോ ആ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സ്വീകരിക്കുന്നത് എന്നുണ്ട്. പാകിസ്ഥാൻ്റെ കൈവശം 374 യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ വിമാനങ്ങളെല്ലാം പഴയതാണ്. പാകിസ്ഥാൻ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇനിയും വാങ്ങാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് 18-ാം റാങ്കിങ്ങിലേക്ക് പോയിരിക്കുന്നു. 107 രാജ്യങ്ങളാണ് ഈ റാങ്ക് പട്ടികയിലുള്ളത്. അതിലാണ് 18-ാം റാങ്കിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നത്. ഇന്ത്യ 6-ാം റാങ്കിൽ തുടരുകയാണ്. 2 മുതൽ, അതായത് 2022 മുതൽ ഇന്ത്യ 6-ാം റാങ്കിൽ തന്നെ തുടരുകയാണ്. വരുന്ന യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായും ഈ റാങ്കിങ്ങിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.